ശ്രീ ടി പി അഷ്റഫ് അലി, മുസ്ലിം ലീഗ് നേതാവ് നമ്മോടൊപ്പം. ശ്രീ ടി പി അഷ്റഫ് അലി, അൻവർ തൻ്റെ വാർത്താ സമ്മേളനങ്ങളിൽ ഈയിടെ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം, കോമൺ ഇൻട്രസ്റ്റ് ഉള്ള വിഷയങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ കൊണ്ട് പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും അവർ പരസ്പരം രാത്രിയിൽ സഹകരിച്ചുകൊണ്ട് കോംപ്രമൈസ് പൊളിറ്റിക്സ് എടുക്കുകയാണ്. അൻവറിൻ്റെ പ്രധാനപ്പെട്ട ഉന്നങ്ങളിലൊന്നും മുസ്ലിം ലീഗിനെ തന്നെയാണ്. കാരണം ഇത്ര പ്രധാനപ്പെട്ട ഒരു വിഷയം. ഈ ദിവസങ്ങളിൽ ഇപ്പോൾ അൻവർ സംസാരിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ പദ്ധതികൾക്ക് CPM അരിഞ്ഞു കൊടുക്കുന്നു എന്ന മട്ടിലൊക്കെ അദ്ദേഹം വർത്തമാനം പറയുന്നുണ്ട്. നിങ്ങൾക്കാവട്ടെ സുജിത് ദാസിന് അധിക സമയം അനുവദിച്ചതിലടക്കം CPM-നോട് പ്രശ്നമുള്ളവരുമാണ്. പക്ഷേ ഇപ്പോഴും RSSൻ്റെ സംരക്ഷകർ എന്ന മട്ടിൽ ഒരു സമ്മർദ്ദം CPM-നും ആ സർക്കാരിനുമെതിരെ സൃഷ്ടിക്കുന്നതിൽ നിങ്ങൾ കുറച്ചൊന്ന് ഒരു മയത്തിലല്ലേ അഷ്റഫ് അലി പോകുന്നത്? അതല്ലേ അൻവർ പറയുന്നത്? ഈ വിഷയത്തിൽ നമുക്കറിയാം CPM എത്രമാത്രം വലിയ പ്രതിസന്ധിയിലാണ് അകപ്പെട്ടിട്ടുള്ളത് എന്ന്. CPM അകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് ചർച്ച ഇങ്ങനെ മുസ്ലിം ലീഗിലേക്ക് വഴിവിട്ടാലൊന്നും തന്നെ ആ പ്രതിസന്ധി മാറുന്ന ഒന്നല്ല. കേരളത്തിൽ BJPയുടെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന സംശയം ജനിപ്പിക്കുന്ന വിധത്തിൽ ഭരണകൂടത്തിനകത്ത് RSS ഇടപെട്ടുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി എല്ലാവർക്കും മനസ്സിലാകുന്നു. അതാണ് ശ്രീ ഉമേഷ് ബാബുവിടെ വളരെ കൃത്യമായി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മുസ്ലിം ലീഗ് ഇതിലൊന്നും ഒരു പ്രതിസന്ധി അനുഭവിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമേ അല്ല. ഞങ്ങൾ നേരത്തെ ഞാനിവിടെ പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് പറയാം, താമർ ജിഫ്രിയുടെ വധമുണ്ടായതിനു ശേഷം ഡാൻസ് ഓഫ് ടീമിന്റെ വിഷയങ്ങൾ നടന്നതിന് ശേഷം മലപ്പുറം ജില്ലയിൽ ഈ സുജിത് ദാസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായും സമരത്തിലൂടെയും അതുപോലെ തന്നെ മറ്റു മാർഗങ്ങളിലൂടെയും ഒക്കെ ഈ ജനത്തെ ബോധ്യപ്പെടുത്തിയതാണ്. ആ ബോധ്യപ്പെടുത്തിയ സംഗതികളുടെ ഒരു വലിയ പൊട്ടിത്തെറിയാണ് ഒരു ഭരണപക്ഷ MLA എന്ന രീതിയിൽ അൻവർ നടത്തിയപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അത് സ്വാഭാവികമായും അൻവറിനെ പോലെ ഒരാൾ CPM-ന്റെ സ്വതന്ത്ര MLA ആയി പ്രവർത്തിക്കുന്ന ഒരാൾ പറയുമ്പോൾ ലഭ്യമാകും. ഞങ്ങൾ അന്നേ പറഞ്ഞതാണ് അൻവറിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അത് സുജിത് ദാസ് ഒന്നുമല്ല, അത് പിണറായി വിജയനിലേക്ക് എത്തുമെന്ന്. ഇപ്പോഴത് പിണറായി വിജയനിലേക്ക് എത്തിക്കഴിഞ്ഞല്ലോ. ഇവിടെ സൂചിപ്പിക്കാൻ ഉള്ളത് അൻവർ ഉന്നയിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് മെറിറ്റോറിയസ് ആയ കാര്യങ്ങളിൽ ഇവിടെ എല്ലാവരും വളരെ ശക്തമായി ആ വിഷയത്തിന്റെ കൂടെയുണ്ട്. അതേസമയം CPM ഉണ്ടോ എന്നുള്ളതാണ്. ദിവസങ്ങളായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അഷ്റഫ് അലി, ഞാൻ ചോദിക്കുന്നത്, അൻവർ പാർട്ടിയുമായി തെറ്റി, അൻവറിന്റെ മുന്നോട്ടുള്ള പോക്കിനി അങ്ങേയറ്റം പ്രയാസകരമായ ഒന്നാണ്. കാരണം അദ്ദേഹത്തിന് ഗ്രൗണ്ട് ഒരർത്ഥത്തിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, അൻവറിനെ തീവ്രവാദത്തിന്റെ മതത്തിന്റെ ചാപ്പയടിച്ച് കോർണർ ചെയ്യാൻ, ടാർണിഷ് ചെയ്യാനുള്ള ശ്രമം വളരെ ആസൂത്രിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രം ദ വെരി ബിഗിനിങ്. ആദ്യം അദ്ദേഹം കള്ളക്കടത്തുകാരുടെ, മലപ്പുറത്തെ കള്ളക്കടത്തുകാരുടെ ഏജന്റ് ആക്കിക്കൊണ്ടുള്ള നായ്ച്ചൂളം മുഖ്യമന്ത്രി വിളിച്ചു കൊടുക്കുന്നു. അതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ സൈബർ സ്പേസും പാർട്ടിയും എല്ലാം വന്ന് അദ്ദേഹത്തെ അടിച്ച് ഫിനിഷ് ആക്കുകയാണ്. അപ്പോൾ അൻവർ ദുർബലനായാൽ പിന്നെ ഈ ഇഷ്യൂ ആര് ടേക്കപ്പ് ചെയ്യും? ആര് ഇത് ക്യാരി ഫോർവേഡ് ചെയ്യും? നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ആ അർത്ഥത്തിൽ ചെയ്യുന്നുണ്ടോ? കാരണം ഈ സംസ്ഥാനത്തിൻ്റെ മതനിരപേക്ഷ ഘടനയുടെ അടിവേരിളക്കുന്ന ഗുരുതരമായ പ്രശ്നമാണ്. നിങ്ങൾ എടുക്കുന്നുണ്ടോ വിഷയം എന്നുള്ള ചോദ്യം? അതോ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ്സ് വല്ലപ്പോഴും മാധ്യമങ്ങളെ കാണുമ്പോൾ കൊടുക്കുന്ന സൗണ്ട് ബൈറ്റ്സ് അതിൽ അവസാനിപ്പിക്കുകയാണോ? നിങ്ങളുടെ തന്നെ ചാനലിന്റെ നിങ്ങളുടെ ചാനലിന്റെ റെക്കോർഡ് റൂമുകളിലുള്ള ആർക്കൈവ്സിലുള്ള നിങ്ങളുടെ വീഡിയോ എടുത്ത് നിങ്ങളൊന്ന് പ്ലേ ചെയ്ത് നോക്കൂ. മുസ്ലിം ലീഗിന്റെ എത്രയെത്ര നേതാക്കന്മാർ എന്തെല്ലാം വിഷയവുമായി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട്, ഞങ്ങൾ എന്തെല്ലാം സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, ഞങ്ങൾ എന്തെല്ലാം ഈ വിഷയങ്ങളിൽ പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. ഞങ്ങൾ ഈ വിഷയം ഒരു അൻവർ പറഞ്ഞപ്പോൾ മാത്രം ഇതിലേക്ക് വന്ന ആളുകളല്ലല്ലോ. അൻവർ അവസാനിപ്പിച്ചാൽ അവസാനിപ്പിക്കുന്നൊന്നല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ശൈലിയും ഞങ്ങളുടേതായ ഇതിന്റെ ഒരു മുന്നോട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രയാണ വീതിയുമുണ്ട്. അതുള്ളത് കൊണ്ടാണല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ജനങ്ങൾ ആ രീതിയിൽ ഞങ്ങളെ പിന്തുണക്കുന്നത്. ഇപ്പോൾ CPM-ന് അത് പറയാൻ സാധിക്കുന്നില്ല, CPM-ന്റെ ഒരു നേതാവിനും പറയാൻ സാധിക്കുന്നില്ല. CPM-ന്റെ ആർക്കെങ്കിലും ശക്തമായി ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സാധിക്കുന്നുണ്ടോ? ഒരാൾക്കും പ്രതികരിക്കാൻ സാധിക്കുന്നുണ്ടോ? ചർച്ചയിൽ വരുന്നുണ്ടോ? ചർച്ചയിലും വരുന്നില്ല. എന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് സത്യമായ കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു. പിണറായി വിജയനെ ഇന്നലെ PV അൻവർ ഇന്നും ഇന്നലെയുമൊക്കെയായി ആ വിധത്തിൽ ശക്തമായി വിമർശിച്ചിട്ട് എങ്ങനെയാണ് അൻവറിനെ പുറത്താക്കുന്നത്? ഒരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യമാണ്. ശക്തമായി ഒരു PB അംഗമായ മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ പറഞ്ഞിട്ട് പാർട്ടി എന്തുകൊണ്ട് ശക്തമായി നടപടിയെടുക്കുന്നില്ല എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് MV ഗോവിന്ദൻ മാസ്റ്റർ പോലും ശക്തമായി ഞങ്ങളിതാ പ്രതികരിക്കുന്നു, ഇത്ര ശക്തി പോരെ എന്ന് പറഞ്ഞ ചോദിച്ച മാധ്യമപ്രവർത്തകനെ ട്രോളിക്കൊണ്ടാണ് അൻവർ ഇനി CPM-മായി ബന്ധമില്ല എന്ന് പറയുന്നത്.
അപ്പൊ നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ഈ കേരളം ഭരിക്കുന്ന ഇതിനൊക്കെ നടപടിയെടുക്കാൻ മാത്രം ശക്തമായ സംവിധാനമുള്ള ഭരണകൂടത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ BJPക്കും RSSനും അടിമവേല ചെയ്ത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരെ ഇതാ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മറ്റൊരു മുന മുസ്ലിം ലീഗിലേക്ക് കൊണ്ടുവരണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അൻവർ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നക്കാരനുമല്ല, യാതൊരു വിധത്തിലുള്ള ഭീഷണിയുള്ള ആളുമല്ല. അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ വഴിയിലിട്ട് അൻവർ ആഫ്രിക്കയിലേക്ക് വീണ്ടും സ്വർണ്ണഖനനത്തിന് വേണ്ടി പോയാലും ശരി, ഈ വിഷയങ്ങളെ ശക്തമായി ഇടപെടാനും ഇതുമായി ബന്ധപ്പെട്ട് സമരങ്ങളുമായി മുന്നോട്ട് പോകാനും ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്താനും ഈ സർക്കാരിനെ തൂത്തെറിഞ്ഞുകൊണ്ട് ഈ വിഷയങ്ങളിൽ ഞങ്ങൾ എടുക്കേണ്ട നടപടികൾ എടുക്കണമെങ്കിൽ ആ നടപടി എടുക്കാനുമൊക്കെ ഞങ്ങൾ ശക്തമായി തന്നെ രംഗത്തുണ്ടാകും. അതുകൊണ്ട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും ഒരു തരത്തിലുള്ള പ്രതിസന്ധിയുമില്ല. ഞങ്ങൾ ഈ വിഷയത്തിൽ ജനങ്ങളുടെ കൂടെ ഈ വിഷയത്തിന്റെ മെറിറ്റിനനുസരിച്ച് ശക്തമായി ഉള്ളയാളാണ്.